നോക്കൂ, കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോഴും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും സമുന്നതനായ സാമുദായിക നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങേക്ക് SNDPയുടെ മനസ്സറിയാം, ആ സമുദായത്തിൻ്റെ മനസ്സറിയാം. നോക്കൂ, നമ്മുടെ സംസ്ഥാനവും രാജ്യവും 2 മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 3 മുന്നണികളാണുള്ളത്: UDF, LDF, BJP നേതൃത്വം നൽകുന്ന NDA. SNDP എക്കാലവും അധസ്ഥിതരുടെ, പിന്നോക്കക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് നിശ്ചയമായും SNDPക്ക് രാഷ്ട്രീയമുണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പിൽ SNDPയുടെ മനസ്സ് ആർക്കൊപ്പമാണ്, ഏത് മുന്നണിക്കൊപ്പമാണ്? SNDP യോഗം ഒരു മുന്നണിക്കൊപ്പവും നിൽക്കാൻ സാധിക്കില്ല. കാരണം SNDP യോഗത്തിലെ എല്ലാ വിഭാഗങ്ങളും, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, കേരള കോൺഗ്രസ് B വരെ ഉണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും പെട്ടവര് പ്രവർത്തിക്കുന്നതും അതിലൂടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളും ഉൾപ്പെട്ട ഒരു സമൂഹമാണ് SNDP യോഗത്തിലെ അംഗങ്ങളായിട്ടുള്ളവർ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ എടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ടൊരു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന ഒരു രാഷ്ട്രീയ നിലപാട് ശക്തമായി എടുക്കുവാൻ സാധിക്കുമോ എന്നെനിക്ക് സംശയമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും കൗൺസിൽ വിളിച്ചുകൂട്ടി കൗൺസിലിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമേ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കൂ. പക്ഷേ കൗൺസിലിന്റെ മനസ്സും ജനങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ SN ട്രസ്റ്റ് ബോർഡിന്റെ മനസ്സും പരിശോധിച്ചാൽ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം SNDP യോഗം എടുക്കുന്നത് വർത്തമാനകാലത്ത് ശരിയല്ല എന്നൊരു തീരുമാനമാണ്, ഒരു ചിന്തയാണ് അണികളിലുള്ളത്. അതിനെല്ലാം ഉപരി ഒരു സമുദായവും അവരുടെ സമുദായത്തിനെ പ്രതിനിധീകരിച്ചുള്ള നേതാക്കന്മാര് ഇന്നവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. അതുമാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ തന്നെ അണികളെല്ലാം അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു കാലമല്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ നേതാക്കന്മാർ പറയുന്നത് അണികൾ കേൾക്കുകയും അതനുസരിച്ച് അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം എല്ലാം പോയി. മുമ്പെല്ലാം ക്രിസ്ത്യൻ സമൂഹത്തിലെ ബിഷപ്പുമാർ പറഞ്ഞാൽ പോലും അണികൾ കൃത്യമായി വോട്ട് ചെയ്യുമായിരുന്നുവെങ്കിൽ പോലും അവർ തന്നെ ഇപ്പം മാറി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സമുദായ നേതാക്കന്മാർ സമുദായ പ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതായിരിക്കും ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്.